നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മലയാള സിനിമ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി എത്തിയത് 27 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. താരസംഘടനയുടെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ജനറൽ ബോഡിയിൽ വോട്ടെടുപ്പ് തീരുന്നതിന് തൊട്ടു മുമ്പ് എത്തിയ സുരേഷ് ഗോപി തന്റെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ നടൻ രമേഷ് പിഷാരടി സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞ വാക്കുകളാണ് പുറത്തു വരുന്നത്. അമ്മ സംഘടനയുടെ തലപ്പത്തിരിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗ്യനാണെന്ന് നടൻ രമേഷ് പിഷാരടി പറഞ്ഞത്. നിസ്വാർത്ഥരായ ആൾക്കാരാണ് അമ്മ സംഘടനയുടെ തലപ്പത്ത് വേണ്ടതെന്നും പിഷാരടി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിൽ ഭരണം നിർവഹിക്കുന്നവരെ ഭരണകർത്താക്കൾ എന്ന് പറയാറുണ്ട്. സംഘടനയിൽ അതിനെ ഭാരവാഹികൾ എന്നാണ് പറയുന്നത്. ഭരണം കൃത്യമായി നിറവേറ്റാനും സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നവർ നമ്മുടെ തലപ്പത്തുണ്ടാവുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. കോവിഡ് മഹാമാരി കാലത്ത് സംഘടനയിൽ നടന്ന ഒരു യോഗത്തിൽ ലുലു ഗ്രൂപ്പിനോട് സംസാരിക്കാൻ തീരുമാനമുണ്ടായിരുന്നു. ലുലു ഗ്രൂപ്പിന്റെ ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അന്ന് ചെയർമാൻ യൂസഫ് അലി ഒരു കിറ്റ് സംഘടനയ്ക്ക് തരികയുണ്ടായി. ഇത് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് പുറത്തുള്ളവരുമായി ആത്മബന്ധങ്ങൾ കാരണമാണ്. നിസ്വാർത്ഥമായ പല കാര്യങ്ങൾ ചെയ്യാനും സംഘടനയെ മുന്നിലേക്ക് നയിക്കാനും നല്ല കെൽപ്പുള്ള ആളുകളാണ് അമ്മ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ. ഇത് സംഘടനയ്ക്കും നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണെന്നും രമേഷ് പിഷാരടി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസത്തെ അമ്മയുടെ വാർഷിക പൊതുയോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ സംഘാടകരുടെ നേതൃത്വത്തിൽ ബൗൺസർമാർ തടഞ്ഞു വെച്ചുവെന്ന് ആരോപിച്ച് മാധ്യമപ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി എറണാകുളം പ്രസ് ക്ലബ് പത്രക്കുറിപ്പും പുറത്തിറക്കി. തെരഞ്ഞെടുപ്പിന് ശേഷം സാധാരണ നടത്താറുള്ള പത്രസമ്മേളനം ഒഴിവാക്കി അമ്മയുടെ ഭാരവാഹികൾ ഔദ്യോഗികമായി പത്രക്കുറിപ്പ് പോലും ഇതുവരെ പുറത്തിറക്കിയില്ല. 30 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംഘടന അംഗീകൃത ലെറ്റർ പാഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ വിവരങ്ങൾ നൽകാൻ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്ന് പ്രസ് ക്ലബിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.